നിങ്ങളിവിടെ താമസമായിട്ട് എത്ര കാലമായെന്ന് വല്ല ഓർമ്മയുണ്ടോ? അറിയാം. ഞാനേ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. മനസ്സിലായി. ഇതെന്താ റെന്റ്? അതിന് റെന്റ് ആര് ചോദിച്ചു? അല്ല റെന്റിന് ആൻറ്റി 5 മണിക്ക് വരാൻ പറഞ്ഞു. അയ്യോ അതിനല്ല. പിന്നെന്താ ആന്റി? നിങ്ങൾ ഇവിടെ വന്ന് താമസമാക്കിയതിന് ശേഷം ഞാനൊരു ചായ പോലും തന്നിട്ടില്ല. അയ്യോ ഞാൻ വിചാരിച്ചു ആൻറ്റി റെന്റിനായിരിക്കും. ആ റെന്റ് ഇപ്പൊ എന്തായാലും നാളെ ആയാലും തരണമല്ലോ, അതിങ്ങി തന്നേക്ക്. അപ്പോ നമുക്കിനി ചായ കുടിച്ചാലോ? മണി ഓ ചായ എടുക്ക്. ഓ തലയ്ക്ക് സാരമായിട്ട് എന്താ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ചായ ഇട്ട് വെച്ചേക്കായിരുന്നു. ഏയ് അതാണ് മണി. മനസ്സിലല്ലേ? അമ്മച്ചി മണി തമ്മിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതാണ്. അമ്മച്ചി ചാ എന്ന് പറഞ്ഞാൽ യാ ആക്കി ഞാൻ കൊണ്ടുവരും. ഈ ചായ സൽക്കാരത്തിൽ ഞാൻ ഒതുക്കിയെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഞാനൊരു 5 സ്റ്റാർ ഡിന്നർ തരാൻ ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ചായ കുടിക്കൂ. ടോം കുടിക്ക്. ചായ എടുക്കൂ ജെസ്സി. ടോമേ കുടിക്ക്. ഞാനേ ടോമിനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. ടോമിന്റെ ഫ്രണ്ട് ഇല്ലേ കഴിഞ്ഞ ദിവസം വന്നേ? ഷിനു കോശി. ആ ഗാർഡൻ ബിസിനസ് ഒക്കെ ഉള്ളേ. പുള്ളി എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. അന്ന് വന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. ഞാൻ ആൻറ്റി അടുത്തൊരു കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഷിനു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആൻറ്റിയുടെ വീടും ആൻറ്റിയുടെ കൊച്ചു ഗാർഡനൊക്കെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആണോ? അയ്യോ അങ്ങനെയാണെങ്കിൽ പുള്ളിയോട് വരാൻ പറ. നമുക്കൊരു ദിവസം പറയാല്ലേ? പറയാം. പിന്നെ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് ചെയ്തായിരുന്നു ആൻറ്റിക്ക് വേണ്ടി. എന്താ ടോമേ? അതായത് ഒരു 250 ബോൺസായി തൈ ആൻറ്റിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞു. 250 ബോൺസായോ? ഫ്രീ ആയിട്ടോ? ടോം ഇങ്ങനെയോ? നമ്മൾ വിചാരിക്കാത്ത സമയത്ത് സർപ്രൈസുകൾ തരും. ഒരു ബോൺസായി ഗാർഡൻ എന്നുള്ളത് എന്റെ ചിരകാല സ്വപ്നം. ആണല്ലേ? അതെനിക്കറിയാലോ, അത് മനസ്സിലാക്കാന്നല്ലോ. ടോം ഇങ്ങനെയാ, നമ്മൾ അറിയാതെ നമുക്ക് ഇങ്ങനെ സർപ്രൈസുകൾ തരും. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഭയങ്കര സന്തോഷായി. ആണല്ലേ? ഞാനിപ്പോ എന്തോ ടോമിന് തരും. ഞാൻ ഈ ചായയും ബിസ്ക്കറ്റും കഴിച്ചോളാം. അതല്ല, എന്തെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ എനിക്ക് അല്ല എനിക്ക് കുഴപ്പമില്ല ആൻറ്റി. നമുക്ക് അല്ലേ ഒരു കാര്യം ചെയ്, ഇതങ്ങ് വാങ്ങിയിരിക്കണം. ഇത് വാടക സാരമില്ല, ഈ മാസത്തെ വാടക വേണ്ട. ഇല്ല വേണ്ട, വെച്ചു. എന്ന് വെച്ചിട്ട് അടുത്ത മാസം തരാതിരിക്കരുത്, അത് കൃത്യമായിട്ട് തന്നോണം. ഈ മാസത്തെ വാടകയിൽ മാത്രമേ ഇളവുള്ളൂ. ഞാൻ വെക്കാം. അല്ല അപ്പൊ ഇറങ്ങാം നമുക്ക്. ശരി ആൻറ്റി.